മലയാളത്തിൻ്റെ സ്വന്തം നിത്യഹരിത നായകൻ പ്രേം നസീർ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നിട്ട് കൂടി ഇന്നും ഇടതുപക്ഷ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ മനസ്സിൽ അദ്ദേഹം ജീവിക്കുന്നുണ്ട്. അതൊരു കാരണം എന്താണ് എന്ന് മനസ്സിലായോ? അദ്ദേഹം ഒരിക്കൽ പോലും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. സ്വന്തം അളിയൻ, അതായത് സഹോദരിയുടെ ഭർത്താവായ തലേക്കുന്നിൽ ബഷീറിന് വേണ്ടി അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയിട്ടുണ്ട്. തലേക്കുന്നിൽ ബഷീർ കേരളത്തിലെ പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവായിരുന്നല്ലോ. അന്നത്തെ ചിറയൻകീഴ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തലേക്കുന്നിൽ ബഷീർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി പ്രേം നസീർ വോട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളായ വയലാർ രവി, തച്ചടി പ്രഭാകരൻ എന്നിവർക്ക് വേണ്ടിയൊക്കെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുമുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള ഓഫറുകളൊക്കെ നിരവധി അദ്ദേഹത്തിന് വന്നിരുന്നു. അദ്ദേഹം അതെല്ലാം സ്നേഹപൂർവ്വം ഒഴിവാക്കി. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് താൻ കടക്കുന്നില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു. താനുമായി അടുത്ത ബന്ധമുള്ളവർക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിലും മറ്റും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് എങ്കിലും ഒരിക്കൽ പോലും കേരളത്തിലുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളെ അവഹേളിക്കുവാനോ ആ പാർട്ടിയിലെ നേതാക്കളെക്കുറിച്ച് മോശമായി സംസാരിക്കുവാനോ ആ മഹാനടൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ പ്രവർത്തകരുടെ മനസ്സിൽ പോലും അദ്ദേഹം ഇപ്പോഴും നിത്യഹരിതമായി തന്നെ നിലനിൽക്കുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച KB ഗണേഷ് കുമാറിനു വേണ്ടി മോഹൻലാൽ വേദിയിൽ വോട്ട് ചോദിച്ചിട്ടുണ്ട്. അന്ന് ഗണേഷ് കുമാറിനെതിരെ മത്സരിക്കുന്നത് മറ്റു 2 നടന്മാർ കൂടിയായിരുന്നു. കോൺഗ്രസിന് വേണ്ടി ജഗദീഷും BJPക്ക് വേണ്ടി ഭീമൻ രഘുവും. എന്നാൽ മോഹൻലാൽ വോട്ട് ചോദിച്ചത് ഗണേഷ് കുമാറിന് വേണ്ടിയാണ്. അവർ തമ്മിൽ കുടുംബപരമായും വ്യക്തിപരമായും അത്രത്തോളം അടുപ്പമുണ്ടായിരുന്നു. എന്നാൽ കോൺഗ്രസ്സുകാരോ BJPക്കാരോ മോഹൻലാലിനെതിരെ രംഗത്ത് വന്നതായി കണ്ടതുമില്ല. കാരണം അദ്ദേഹം വ്യക്തിപരമായി ഒരാൾക്ക് വേണ്ടി വോട്ട് ചോദിച്ചു, അത് കഴിഞ്ഞു. മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും അദ്ദേഹം ഇടപെടാൻ വന്നതുമില്ല. അതൊക്കെ കൊണ്ട് തന്നെ ഇന്നും മലയാളത്തിലെ മഹാനടനായി മോഹൻലാൽ നിലനിൽക്കുന്നു. മമ്മൂട്ടിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. എന്നാൽ അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൽ നിന്നും അകലം പാലിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ കടുത്ത വിരോധികളായവർ പോലും മമ്മൂട്ടി വിരോധിയല്ല. പിന്നെ സംഘപരിവാർ സംഘടനകളൊക്കെ ചിലപ്പോൾ മമ്മൂട്ടിക്കെതിരെ രംഗത്ത് വരുന്നത് കാണാം. അപ്പോൾ മനസ്സിലാക്കാനുള്ളത് അത് രാഷ്ട്രീയപരമല്ല, മതപരമാണ് എന്നുള്ളതാണ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്നത് സുരേഷ് ഗോപിയുടെ കാര്യം പറയാൻ വേണ്ടി തന്നെയാണ്. അദ്ദേഹം മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നടനും വ്യക്തിത്വവുമായിരുന്നു. അദ്ദേഹം പോലീസ് വേഷങ്ങൾ ചെയ്ത സിനിമകൾ ഇന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു തലമുറ ഇവിടെ ഇപ്പോഴുമുണ്ട്. ഇത്രത്തോളം ജനങ്ങളുടെ ഇഷ്ടം ഏറ്റുവാങ്ങിയ ഒരു നടൻ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന സുരേഷ് ഗോപിയിലേക്ക് എത്തിയത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സുരേഷ് ഗോപിയുടെ തൊഴിലും രാഷ്ട്രീയ പ്രവർത്തനവും ഒരിക്കലും തമ്മിൽ ചേരാൻ സാധ്യതയില്ലാത്ത ഒന്നാണ്. ജനപ്രിയനായ ഒരു നടൻ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഷങ്ങൾ ചെയ്ത് അവർക്ക് മുന്നിൽ കത്തി നിൽക്കുന്ന ഒരു നടൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായും മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അയാൾ ഇനി എത്ര നല്ല നടനായാലും അദ്ദേഹത്തോടൊരു അകൽച്ച കാണിക്കും. എല്ലാ ജനപ്രിയ നടന്മാർക്കും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. എന്നാൽ ഗണേഷ് കുമാർ, മുകേഷ് തുടങ്ങിയ നടന്മാരും ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തുണ്ട്. അവർക്കെന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനുത്തരം അവർ ഒരിക്കലും അവരുടെ ജനപ്രീതി വച്ച് സിനിമ വിജയിപ്പിക്കാൻ കഴിവുള്ളവരല്ല എന്നുള്ളത് തന്നെയാണ്. സുരേഷ് ഗോപിയെ പോലുള്ള നായകന്മാർ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ സിനിമയിലെ സഹനടന്മാരായും മറ്റും വന്നു പോകുന്നവരാണ് ഈ പറഞ്ഞ നടന്മാർ. നിലവിലെ സാഹചര്യത്തിൽ മുകേഷിൻ്റെയോ ഗണേഷ് കുമാറിൻ്റെയോ സാന്നിധ്യം ഒരു സിനിമയെ വിജയിപ്പിക്കുമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. എന്നാൽ അതുപോലെയല്ല സുരേഷ് ഗോപിയും മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ. അവർ അവരുടെ സ്വന്തം കഴിവുകൊണ്ട് സിനിമ വിജയിപ്പിക്കാൻ കഴിവുള്ള നടന്മാരാണ്. ഇത്തരത്തിലുള്ള ഒരു നടൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൂട്ടുപിടിച്ച് മറ്റു രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് ബാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തൊഴിലിനെ തന്നെയാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ വോട്ടർ പട്ടിക വിവാദം ഉയർന്നു വന്നപ്പോൾ സുരേഷ് ഗോപി ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് അതൊക്കെ കൊണ്ട് തന്നെയാണ്. പലരും കരുതും ഒരു BJP നേതാവായതുകൊണ്ടാണ് ആക്രമിക്കപ്പെടുന്നത് എന്ന്. അങ്ങനെയല്ല. മമ്മൂട്ടി നാളെ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ കോൺഗ്രസിൽ നിന്നും BJPയിൽ നിന്നും ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേരിടാൻ പോകുന്ന കാര്യങ്ങൾ. എന്നാൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നാൽ മമ്മൂട്ടി സിനിമ മതിയാക്കിയിട്ടാകും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. എന്നാൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോഴും സിനിമാ രംഗത്ത് സജീവമായി നിൽക്കുകയും ചെയ്യുന്നു. അതുപോലെ രാഷ്ട്രീയവും കൂടെ കൊണ്ടു നടക്കുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും
ഇപ്പോഴുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ തൊഴിൽ മേഖലയെ കൂടി ബാധിക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ്. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് BJP ഇടപെട്ട് ഒരു രാജ്യസഭാ സീറ്റ് വാങ്ങി നൽകി. ഇപ്പോൾ BJP ടിക്കറ്റിൽ തൃശ്ശൂരിൽ നിന്നും മത്സരിച്ച് ലോക്സഭാ MP യുമായി. ഇപ്പോൾ BJPക്കാരനായി നിൽക്കുന്നത് കൊണ്ട് സുരേഷ് ഗോപി ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒരു BJPക്കാരനായിരുന്നു എന്ന് ധരിക്കരുത്. വർഷങ്ങൾക്ക് മുൻപ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ശ്രമം നടത്തിയ ആൾ കൂടിയാണ് ഇന്നത്തെ BJP സഹമന്ത്രിയായ സുരേഷ് ഗോപി. അന്ന് മനസ്സുകൊണ്ട് പൂർണ്ണമായും ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു അദ്ദേഹം. വർഷങ്ങൾക്ക് മുൻപ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരു ശ്രമം നടത്തിയതും ആ ശ്രമത്തെ പ്രമുഖരായ ചില കോൺഗ്രസ് നേതാക്കൾ ചവിട്ടി ഒടിച്ച് കയ്യിൽ കൊടുത്തതും പേടിച്ചുപോയ സുരേഷ് ഗോപി ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടതുമായ കഥ നേരത്തെ പുറത്തു വന്നിരുന്നു. കോൺഗ്രസുമായും കോൺഗ്രസിൻ്റെ അന്നത്തെ കേരളത്തിലെ പരമോന്നത നേതാവ് ലീഡർ K കരുണാകരനുമായും ബന്ധമുണ്ടായിരുന്ന സുരേഷ് ഗോപി കോൺഗ്രസ് ബന്ധം പൂർണ്ണമായും അവസാനിപ്പിച്ചത് എങ്ങനെയാണെന്നുള്ളത് രസകരമായ ഒരു സംഗതിയാണ്. ഓസ്ട്രേലിയൻ മലയാളിയും മാധ്യമപ്രവർത്തകനുമായ തിരുവല്ലം ഭാസി സമൂഹ മാധ്യമങ്ങളിലൊക്കെ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലമാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. ഓസ്ട്രേലിയ കേന്ദ്രമാക്കി ഇന്ത്യൻ മലയാളി എന്നൊരു മാധ്യമവും അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് മുൻപ്, വളരെ കാലം മുൻപ് അദ്ദേഹം സംസ്ഥാനത്തെ അറിയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു. സംസ്ഥാനത്തെ എന്ന് പറഞ്ഞാൽ സംസ്ഥാന തലസ്ഥാന ജില്ലയിലെ. അന്ന് പ്രധാനമായും നിലനിന്നിരുന്ന രണ്ട് മുന്നണികളിലെയും, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെയും അതുപോലെ ഐക്യ ജനാധിപത്യ മുന്നണിയിലെയും പ്രമുഖ നേതാക്കൾക്കൊക്കെ ചിരപരിചിതനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം കുറച്ചുനാൾ മുൻപ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നായിരുന്നു ആ കുറിപ്പിൻ്റെ തലക്കെട്ട്. സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനാണ് എന്നല്ല, ആയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് താൻ പറയുന്നത് എന്നുള്ളതിൻ്റെ കാരണമായിരുന്നു അദ്ദേഹം വിവരിച്ചിരുന്നത്. മുൻപ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറിയ സമയത്ത് സുരേഷ് ഗോപിയുടെ ഫോട്ടോ പങ്കുവച്ചുകൊണ്ട് തിരുവല്ലം ഭാസി സുരേഷ് ഗോപിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ ഒരു സെർവൻ്റാണ് ജനപ്രതിനിധി എന്ന് ഈ തമ്പുരാക്കന്മാർക്ക് എന്നാണ് മനസ്സിലാവുക എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതിനുശേഷമാണ് സുരേഷ് ഗോപിയുമായി തനിക്കുണ്ടായ അനുഭവങ്ങൾ സംബന്ധിച്ചുള്ള ഒരു കുറിപ്പ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ആ കുറിപ്പിലാണ് സുരേഷ് ഗോപി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആഗ്രഹിച്ചതും ഒരു മണ്ഡലം കേന്ദ്രമാക്കി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും അതിനുശേഷമുണ്ടായ ചില വിഷയങ്ങളുമൊക്കെ വിശദമായി വ്യക്തമാക്കിയത്. വർഷങ്ങൾക്ക് മുൻപ് ഈ സംഭവം നടക്കുന്ന ദിവസം രാവിലെ 11 മണിയായപ്പോൾ സിനിമാ നടൻ സുരേഷ് ഗോപി ലീഡർ K കരുണാകരൻ താമസിക്കുന്ന വീട്ടിലേക്ക് കടന്നു വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തിരുവല്ലം ഭാസി ഫേസ്ബുക്കിലെ കുറിപ്പ് ആരംഭിക്കുന്നത്. അദ്ദേഹം ഒന്ന് പതറിയിട്ടുണ്ട്, മുഖത്തൊരു ഭയപ്പാട് ലക്ഷണവും. ഈ സമയം ലീഡർ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയമായിരുന്നു. സുരേഷ് ഗോപി ആദ്യം കണ്ണപ്പനോട് സംസാരിക്കുന്നു. കണ്ണപ്പൻ എന്ന് പറഞ്ഞാൽ ലീഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്ന ആളാണെന്ന് തോന്നുന്നു. തുടർന്ന് അടുത്തു നിന്ന് എന്നോട് സംസാരിക്കുന്നു. ഇതിനിടയിൽ കണ്ണപ്പൻ അകത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നു. സുരേഷ് ഗോപിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ലീഡറുടെ അടുത്തു നിന്ന് സുരേഷ് ഗോപി വികാരഭരിതനായി എന്തോ പറയുന്നുണ്ട്. സുരേഷ് ഗോപി പറഞ്ഞ കാര്യം എന്താണെന്നും തിരുവല്ലം ഭാസി വ്യക്തമാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി കൊല്ലത്ത് കാലെടുത്ത് കുത്തിയാൽ 2 കാലും വെട്ടിയെടുക്കും എന്ന ഒരു ഭീഷണിയെക്കുറിച്ചാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അന്നത്തെ കൊല്ലത്ത് കോൺഗ്രസിൽ ശക്തമായ ഗ്രൂപ്പ് പോലും നിലനിൽക്കുന്ന സമയമായിരുന്നു. അന്ന് കൊല്ലത്തെ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത് ഗ്രൂപ്പ് എതിരാളികളായ രാജ്മോഹൻ ഉണ്ണിത്താനും ശൂരനാട് രാജശേഖരനും കൂടിയായിരുന്നു എന്നും പറയപ്പെടുന്നു. ഈ സംഭവത്തിലെ ഏറ്റവും വലിയ കൗതുകം എന്തെന്നാൽ അവർ രണ്ടുപേരും കൂടി, അതായത് രാജ്മോഹൻ ഉണ്ണിത്താനും ശൂരനാട് രാജശേഖരനും കൂടി ഒരുമിച്ച് ചേർന്നായിരുന്നു സുരേഷ് ഗോപിയോട് ഭീഷണി മുഴക്കിയത് എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി കൊല്ലത്ത് കാലെടുത്ത് കുത്തിയാൽ 2 കാലും വെട്ടിയെടുക്കും എന്ന ഭീഷണി. അവർ രണ്ടുപേരും കൂടി ചേർന്ന് എന്നെ അത്തരത്തിൽ ഭീഷണിപ്പെടുത്തി എന്നാണ് ഭയത്തോടുകൂടി സുരേഷ് ഗോപി ലീഡറോട് പറഞ്ഞത്. മാത്രമല്ല, ഈ സംഭവത്തിലേക്ക് വഴിവെച്ച കാര്യം എന്താണെന്നുള്ളതും തിരുവല്ലം ഭാസി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ പാർലമെൻറ്റ് സീറ്റാണ് വിഷയം. പാർലമെൻറ്റിലേക്ക് എത്തണമെന്നുള്ള മോഹം അന്നേ സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നു. കോൺഗ്രസ് പ്രതിനിധിയായി പാർലമെൻറ്റിലെത്തിയാൽ അത്രയും സന്തോഷം. അന്നത്തെ സാഹചര്യം അറിയാമല്ലോ. BJPക്ക് യാതൊരുവിധ ശക്തിയും ഇല്ലാത്ത സമയമാണ്. BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സാന്നിധ്യം അറിയിച്ചെങ്കിലും കേരള രാഷ്ട്രീയത്തിലൊന്നും ഇല്ലാത്ത കാലം. തൻ്റെ രാഷ്ട്രീയ ആശയങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്ന അന്നത്തെ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണെന്ന് സുരേഷ് ഗോപി വിശ്വസിക്കുന്ന കാലം. ഈ സമയത്ത് തനിക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പാർലമെൻറ്റിലെത്തിയാൽ കൊള്ളാമെന്ന ഒരാഗ്രഹം സുരേഷ് ഗോപിയുടെ മനസ്സിൽ മൊട്ടിട്ടു. ഇക്കാര്യം സുരേഷ് ഗോപി അന്നത്തെ കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവായിരുന്ന ലീഡർ K കരുണാകരനോട് പറയുകയും ചെയ്തു. സുരേഷ് ഗോപി തൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ ലീഡർ അതിനെ പോസിറ്റീവായി തന്നെ എടുത്തു. നമുക്കിത് ശരിയാക്കി കളയാമെന്ന് അദ്ദേഹം പറയുകയും കൊല്ലം പാർലമെൻറ്റ് സീറ്റ് നോക്കിക്കോളൂ എന്ന് ലീഡർ സുരേഷ് ഗോപിക്ക്
നിർദ്ദേശവും കൊടുക്കുകയും ചെയ്തു. ലീഡർ പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് ഉറപ്പായി കൊല്ലം പാർലമെൻറ്റ് സീറ്റിൽ നിന്ന് മത്സരിക്കാമെന്ന്. അങ്ങനെയാണ് സുരേഷ് ഗോപി കൊല്ലം പാർലമെൻറ്റ് സീറ്റ് ലക്ഷ്യമാക്കി പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സുരേഷ് ഗോപി കൊല്ലം കേന്ദ്രമാക്കി ചില പരിപാടികളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന ആളല്ലേ. അപ്പോൾ സ്വാഭാവികമായും മണ്ഡലത്തിലെ ജനങ്ങളെ കാണേണ്ടതും പരിചയപ്പെടേണ്ടതും ഒക്കെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന ആളുടെ ആദ്യ ജോലിയാണ്. ആ പ്രവർത്തനങ്ങളിലേക്കാണ് സുരേഷ് ഗോപി അപ്പോൾ കടന്നത്. ഈ സുരേഷ് ഗോപി ലീഡറോട് പാർലമെൻറ്റ് സീറ്റിൽ മത്സരിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു എന്നും ലീഡർ അങ്ങനെയാണെങ്കിൽ കൊല്ലം നോക്കിക്കോളൂ എന്ന് പറഞ്ഞതായും ഒക്കെ അന്നത്തെ മാധ്യമങ്ങളിലും വാർത്തകൾ വന്നിരുന്നു. അന്ന് പുറത്തു വന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ കൊല്ലത്തെ ചില കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ചു. അതായത് കൊല്ലത്ത് മത്സരിക്കാൻ കച്ചകെട്ടി നിന്ന കോൺഗ്രസ് നേതാക്കളെ. ആ കോൺഗ്രസ് നേതാക്കളാണ് കൊല്ലത്ത് മത്സരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാൽ 2 കാലും വെട്ടിയെടുക്കുമെന്ന് സുരേഷ് ഗോപിയെ ഭീഷണിപ്പെടുത്തിയത്. ഈ സംഭവം വർഷങ്ങൾക്ക് ശേഷം വെളിപ്പെടുത്തിയ തിരുവല്ലം ഭാസി ഇപ്പോൾ പറയുന്നതനുസരിച്ച് ലീഡർ കെ കരുണാകരൻ സുരേഷ് ഗോപിയോട് കൊല്ലത്ത് മത്സരിച്ചോളൂ എന്ന് പറഞ്ഞതിനൊരു കാരണമുണ്ടായിരുന്നു എന്നാണ്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അന്ന് ഗ്രൂപ്പ് അരങ്ങുവാഴുന്ന സമയമായിരുന്നു, പ്രത്യേകിച്ചും കൊല്ലത്ത്. ഈ സ്ഥിതിയിൽ മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ ശരിയാകില്ല എന്ന് ലീഡർക്ക് തോന്നി. അങ്ങനെ വിഭജിച്ചു നിന്ന് 2 ഗ്രൂപ്പുകളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ ലീഡർ നടത്തിയ പരിപാടിയായിരുന്നു സുരേഷ് ഗോപിക്ക് കൊടുത്ത വാക്ക് എന്നാണ് തിരുവല്ലം ഭാസി പറയുന്നത്. സുരേഷ് ഗോപിയുടെ പേരിൽ നേതാക്കൾ ഒന്നാവുകയും അവർ ഒറ്റക്കെട്ടായി നിന്ന് മത്സരിക്കാനെത്തിയ മൂന്നാമനെ ഓടിക്കുകയും ചെയ്തു. എന്തായാലും ലീഡറുടെ ആ ശ്രമം വിജയിച്ചു. സുരേഷ് ഗോപിക്ക് കാര്യം മനസ്സിലായി. പിന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്നും തനിക്ക് പാർലമെൻറ്റിലേക്ക് വരണമെന്നുമുള്ള ആഗ്രഹവുമായി സുരേഷ് ഗോപി കോൺഗ്രസിനെ സമീപിച്ചിട്ടുമില്ല. കുറച്ചു നാളുകൾ കഴിഞ്ഞ് തിരുവനന്തപുരം ശാസ്തമംഗലത്ത്, അതായത് സുരേഷ് ഗോപിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത്, ഒരു പ്രാദേശിക വിഷയത്തെ ചൊല്ലി അവിടുത്തെ കോൺഗ്രസ്സുകാർ സുരേഷ് ഗോപിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. തെറിവിളിയോടെയായിരുന്നു ആ മാർച്ച് നടന്നത് എന്നാണ് പറയുന്നത്. കോൺഗ്രസ്സുകാരുടെ തെറിവിളി മാർച്ചോടെ സുരേഷ് ഗോപിയുടെ കോൺഗ്രസ് ബന്ധം പൂർണ്ണമായും അവസാനിച്ചു എന്നും തിരുവല്ലം ഭാസി കുറിപ്പിൽ പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അന്ന് ലീഡർ ഒന്ന് മനസ്സ് വച്ചിരുന്നെങ്കിൽ സുരേഷ് ഗോപി അന്നേ പാർലമെൻറ്റ് മെമ്പർ ആകുമായിരുന്നു. എന്തായാലും സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു വ്യക്തിയെ ലീഡർ കെ കരുണാകരൻ ആദ്യമേ പഠിക്കുകയും അതേ സുരേഷ് ഗോപിയെ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് തീർക്കാൻ കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്ത കെ കരുണാകരൻ കോൺഗ്രസ് പാർട്ടിയുടെ ലീഡറാകാൻ ഏറ്റവും യോഗ്യൻ താനാണെന്ന് തെളിയിക്കുകയായിരുന്നു.